ഹലോ, വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഉറക്കം തൂങ്ങി എഴുന്നേറ്റ് വന്നൊരു ദിവസമാണ് കേട്ടോ. രാത്രി കിടന്നപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ ഒന്ന് വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു കിക്ക് കിട്ടിയാലേ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുള്ളൂ. സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ഞാനൊരു കോഫി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്താണ് ഞാൻ അനോഖയുടെ കുറച്ച് മെസ്സേജസ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു. അതിനൊക്കെ റിപ്ലൈ ചെയ്തു. അപ്പോൾ ഇന്ന് കുട്ടികൾക്കൊരു സിമ്പിൾ സാൻഡ്വിച്ചാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. എപ്പോഴും എൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ സ്വീറ്റ് കോൺ. അത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അത് സ്നാക്കായിട്ടും അല്ലാതെ ലഞ്ചിനൊക്കെ ഇപ്പോൾ ഫ്രൈഡ് റൈസിലോ സാൻഡ്വിച്ചിലോ ഒക്കെ ചേർത്ത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടൊന്ന് വേവാനായിട്ട് വെച്ചിരിക്കും. 2 മിനിറ്റ് മതി. ഒന്ന് ആവി കയറുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റിനൊന്നും പുട്ടാണ്. കുറച്ച് കടലക്കറി ഇരിപ്പുണ്ട് അമ്മ കൊണ്ട് തന്നത്. അപ്പം പുട്ടാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, അത് മാത്രം ഉണ്ടാക്കിയാൽ മതി. പക്ഷെ പുട്ടിനെ നനച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഓർത്തത്, ഞാൻ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന വഴിക്ക് ഷിഫ്റ്റ് ചെയ്ത വഴിക്ക് എൻ്റെ പുട്ടുകുറ്റിയുടെ ആ ചിരട്ടപ്പുട്ടിൻ്റെ അടപ്പ് കാണാനില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ചെറിയ അടപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം മാവ് നനച്ചു പോയില്ലേ. ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഒരുപാട് ടൈറ്റ് അല്ല, അതുകൊണ്ട് ആവി വരുമായിരിക്കും. ഇപ്പോഴേക്കും നമ്മുടെ സ്വീറ്റ് കോൺ ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് സ്റ്റീം ചെയ്യുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഇതിനെ നമുക്ക് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ആ ബട്ടർ അധികം മെൽറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ച സ്വീറ്റ് കോൺ ഇട്ടു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങാ നീരും കൂടെ കേട്ടോ. ഒരു 1-2 ടീസ്പൂണൊക്കെ മതി. ചെറിയൊരു പുളിപ്പ് വേണം. ഈ സ്വീറ്റ് കോണിന് ഉള്ളൊരു ചെറിയ മധുരം, ഉപ്പ്, ഈ ഒരു പുളി എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ബീച്ചിലൊക്കെ അല്ലെങ്കിൽ മോൾസിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഇതുപോലെ ബട്ടർ സ്വീറ്റ് കോൺ വാങ്ങാൻ കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കി തരുമല്ലേ, നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്നാക്കായിട്ട് കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റമാണിത്. നല്ല ഹെൽത്തിയുമാണ്, ഇഷ്ടപ്പെടുകയും ചെയ്യും അവർക്ക്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് വെച്ചൊരു സാൻഡ്വിച്ചും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. തുടർച്ചയായിട്ട് ഇങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. കടലക്കറി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോഴേക്ക് നമ്മുടെ ബട്ടർ സ്വീറ്റ് കോൺ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തു. ആദ്യം മോന് കൊണ്ടുപോകാനുള്ള സാൻഡ്വിച്ച് ആയിട്ട് ഉണ്ടാക്കുന്നത്. അവനാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ഒരു 4 സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ചെറിയ സൈസിലുള്ള ബ്രെഡായിരുന്നു. സാൻഡ്വിച്ച് ബ്രെഡ് തന്നെ സൈസ് ചെറുതാന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ 4 സൈഡും ഒക്കെ ആ ഒരു ബ്രൗണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. 2 സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തത്. ഇതിനകത്ത് ആദ്യം നമുക്ക് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ ചീസ് ക്യൂബ്സാണ് ഞാനിപ്പോൾ എപ്പോഴും വാങ്ങാറുള്ളത് കേട്ടോ. അതാകുമ്പം ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു തവണ ഉപയോഗിക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. വലിയ ഒറ്റ ക്യൂബായിട്ട് ചീസ് മേടിക്കുമ്പം ഒന്നുകിൽ നമ്മളത് ഗ്രേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പൂപ്പൽ വരും. ഒത്തിരി ഇപ്പം പിസ്സയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ക്യൂബും വേണ്ടി വരും. ഇതുപോലെ ചെറിയ സാൻഡ്വിച്ചിലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കേടായി പോകും. അതുകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സാണ് ഞാൻ വാങ്ങാറുള്ളത്. അപ്പോൾ അതായത് ഇതുപോലെ ആവശ്യത്തിനുള്ള ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തു. അതിനകത്തേക്ക് കുറച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സ്വീറ്റ് കോൺ വെച്ച് കൊടുത്തു. അതിൻ്റെ മേലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽമുളക് ചതച്ചത്. നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതും കൂടി ഇട്ടിട്ടുണ്ട്. അധികം സ്പൈസി അല്ല കേട്ടോ ഈ
റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടാലും സ്പൈസി ആവത്തില്ല. ഇതിൻ്റെ മേളിലേക്ക് വീണ്ടും കുറച്ചും കൂടി ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തു. ഇനി ഒരു പാൻ വെച്ച് അതിനകത്ത് കുറച്ച് ബട്ടർ ഒന്ന് ഇട്ടിട്ട് ഈ ഒരു സാൻഡ്വിച്ച് വെച്ച് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ബ്രൗൺ ആക്കി എടുക്കാം. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മുടെ സ്വീറ്റ് കോൺ ചില്ലി ചീസ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ബട്ടറുണ്ട്, ചീസുണ്ട്, എരിവിനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ഒത്തിരി സ്പൈസി അല്ല, പിന്നെ നല്ല സ്വീറ്റ് കോണും ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഞാനിതിനൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് പാക്ക് ചെയ്യണം. ഇത് ലഞ്ചിനല്ലാതെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു സ്നാക്കായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ മോൻ്റെ ലഞ്ച് പാക്ക് ചെയ്തു. മോൾക്ക് പതിവ് പോലെ ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബൈ ബൈ. അപ്പോൾ ബാക്കി സ്വീറ്റ് കോൺ മോൾക്ക് ഞാൻ സ്നാക്കായിട്ടാണ് കൊടുത്തു വിടുന്നത്. അവൾക്ക് ഈ സാൻഡ്വിച്ചിൽ സ്വീറ്റ് കോൺ വെക്കുന്നത് ഇഷ്ടമല്ല, ചീസും ചില്ലി ഫ്ലേക്സും മാത്രമേ ഉള്ളൂ. അപ്പം ഈ സ്വീറ്റ് കോൺ ഞാൻ സ്നാക്കായിട്ട് കൊടുത്തു വിടും. സാൻഡ്വിച്ചിൽ ജസ്റ്റ് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതും ചില്ലി ഫ്ലേക്സും മാത്രം ഇടും. ചെറിയ കുട്ടികൾക്കായാലും ഈ ചില്ലി ഫ്ലേക്സ് ഇട്ടു എന്ന് വിചാരിച്ച് സ്പൈസി ആവത്തില്ല കേട്ടോ. മോളും കൂടി പോയി കഴിഞ്ഞിട്ട് കിച്ചൺ ഞാൻ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തിടും. രാവിലത്തെ ഈ ഒരു കുട്ടികൾ പോകുന്നവരെയുള്ള സമയത്ത് കിച്ചൺ അത്യാവശ്യം നല്ല മെസ്സാവാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വീഡിയോയും കൂടെ എടുക്കുകയാണെങ്കിൽ പറയണ്ട, ഫുള്ള് അലങ്കോലമായിരിക്കും. അപ്പോൾ ആദ്യം അതൊന്ന് ക്ലീൻ ചെയ്തിടും. പിന്നെ ഇന്ന് ലഞ്ചിന് എനിക്ക് വലിയ ജോലിയില്ല. ഇന്നലെ രാത്രി തന്നെ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. രാവിലെ അപ്പോൾ എനിക്ക് വേറെ കുറച്ച് ഈ വീഡിയോ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കി, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. ഇതിപ്പോൾ എനിക്കും ഹസ്ബൻഡിനും മാത്രമുള്ള ലഞ്ചാണേ, അപ്പോൾ കുറച്ച് മതി. പിന്നെ മീൻ ഇതുവരെ വാങ്ങിയില്ല. അപ്പോൾ ഇന്ന് മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മസാലയും ഞാൻ ഉണ്ടാക്കി വെച്ചു കേട്ടോ. കുറച്ച് മസാല മതി. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള എഗ് റോസ്റ്റ് അല്ലേ, ഒരു 3 മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയായിട്ട് മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചു.
പിന്നെ ഞാൻ പോയി കുറച്ച് നേരം ഒന്ന് വീഡിയോ എഡിറ്റിംഗ് അനോഖയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അപ്പോൾ ആ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മുട്ടയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 3 മുട്ട ഇതുപോലെ ഒന്ന് നെടുകെ മുറിച്ചിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് ആദ്യം മുട്ട ഒന്ന് ഫ്രൈ ചെയ്യുക, 2 സൈഡും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. ഈ ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ്, മസാലയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇതുപോലെ മീനോ ചിക്കനോ ഒന്നും ഇല്ലാത്തപ്പോൾ നല്ല ടേസ്റ്റാണ്. മസാലയും കൂടി ഇട്ട് എഗ്ഗും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനകത്ത് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക്, ഗരം മസാല ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളിയുടെ പകുതി ഇട്ടിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, മല്ലിയില ചേർത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് റോസ്റ്റും റെഡിയായി. പിന്നെ ഞാൻ എനിക്കുള്ള ലഞ്ച് പാക്ക് ചെയ്യാണ്. എനിക്ക് ഒഴിച്ച് കറി ഒന്നും വേണമെന്നില്ല, കുറച്ച് ഡ്രൈ ആയിട്ട് ചോറ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ എഗ്ഗും വെണ്ടയ്ക്കയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം എല്ലാം കഴിഞ്ഞ് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. തൂക്കവും തുടയ്ക്കൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഞാൻ വൈകുന്നേരം വന്നിട്ട് വൈകുന്നേരത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. ജസ്റ്റ് കൗണ്ടർ ടോപ്പ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്തിടും, പാത്രവും കഴുകി വയ്ക്കും. ചെറിയ കിച്ചൺ ആയതുകൊണ്ടെല്ലാം പെട്ടെന്ന് നടക്കും കേട്ടോ. പിന്നെ ഞാൻ റെഡിയായി പോകാനിറങ്ങി. എല്ലാ ദിവസത്തെയും ഒരു റൂട്ടീൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, വലിയ മാറ്റങ്ങളൊന്നും വരാറില്ല. രാവിലെ തൊട്ട് നല്ല മഴക്കാറുണ്ടായിരുന്നു, മൂടിക്കിടക്കുമായിരുന്നു. കറക്റ്റ് ഞാൻ ഇറങ്ങിയ സമയത്ത് തന്നെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ. അടുത്തൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.